ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. രക്തസ്രാവക്കാരിയായ സ്ത്രീ ഈശോയുടെ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ അത്ഭുതകരമായി സൗഖ്യപ്പെട്ടതിനെക്കുറിച്ചും അവളത് ആളുകളുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യം നൽകിയതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ സുവിശേഷ ഭാഗം. ഒരു പ്രാർത്ഥന ഫലവത്താവാൻ എന്ത് ചെയ്യണമെന്ന് ഈ രക്തസ്രാവക്കാരി സ്ത്രീ തൻ്റെ മാതൃകയിലൂടെ നമ്മളെ ഇന്ന് പഠിപ്പിക്കുകയാണ്, കാണിച്ചു തരികയാണ്. 4 കാര്യങ്ങളാണ് ഇവൾ ചെയ്തത്. അവളെക്കുറിച്ച് പറയുന്ന ആദ്യം അവൾ ഈശോയെക്കുറിച്ച് മനസ്സിലാക്കി. തിരുവചനം പറയുന്നു, അവൾ ഈശോയെക്കുറിച്ച് കേട്ടിരുന്നു. അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള, തൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിവുള്ള ഒരാളെക്കുറിച്ച് അവൾ കേട്ടിരുന്നു. ഈശോയെക്കുറിച്ച് കേട്ട ആ സ്ത്രീയാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ അറിവ് അവളിൽ വിശ്വാസം ഉണ്ടാക്കി എന്നുള്ളതാണ്. തന്നെ സുഖപ്പെടുത്താൻ, തൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ പറ്റുന്ന ആ ആളെക്കുറിച്ചുള്ള അറിവ് അവനുള്ള വിശ്വാസമായി വളരാൻ അവളെ അത് സഹായിച്ചു. തൊട്ടാൽ സുഖപ്പെടുമെന്ന് ഉള്ളിൽ വിശ്വസിച്ചതിന് കാരണം അവൾക്കുണ്ടായിരുന്ന ഈ അറിവായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഈ ശക്തമായ വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് അവൾ ഈശോയെ പിന്നിലൂടെ വന്ന് ഈശോയുടെ വസ്ത്രത്തിൽ തൊടുന്നു എന്നുള്ളത് അവളുടെ പ്രാർത്ഥന നടത്തി എന്നുള്ളതിൻ്റെ ഒരു പുറമേയുള്ള എക്സ്പ്രഷനായി, പ്രകടനമായി നമുക്ക് കാണാം. ആ പ്രാർത്ഥന, അവളുടെ ആ സ്പർശനം, അത് ഈശോ അറിഞ്ഞു. ഈശോയെ അറിവ് കൊണ്ടറിയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ഒരാളുടെ പ്രാർത്ഥന ഈശോ അറിഞ്ഞു, ഈശോ അത് മനസ്സിലാക്കി. വേറെ ആരും അത് അറിഞ്ഞില്ലെങ്കിലും അപ്രകാരം ഈശോയെ സമീപിക്കുന്ന ഒരാളെ ഈശോ അറിയും, കാണാതെ പോവില്ല എന്നാണ് ഈ സ്ത്രീയുടെ സാക്ഷ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് അവളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. നാലാമത്തെ കാര്യം അവൾ ചെയ്യുന്നത്, ആ സൗഖ്യം സാക്ഷ്യമായി അവൾ ഏറ്റുപറയുന്നു. ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ച് താൻ ആരായിരുന്നെന്നും എങ്ങനെ സൗഖ്യപ്പെട്ടെന്നും അത് ഏറ്റുപറഞ്ഞപ്പോൾ ഈശോ അവളെ വിളിക്കുന്നത് മകളെ, ധൈര്യമായിരിക്കുക എന്നാണ്. ഈശോയെ അറിഞ്ഞ് ആ അറിവ് വിശ്വാസമാക്കി, ആ വിശ്വാസം പ്രാർത്ഥനയാക്കി ഈശോയുടെ അടുത്ത് വരുന്നവരെ ഈശോ മകനും മകളുമായിട്ടാണ് കാണുന്നത്. അവളുടെ അറിവും ആ വിശ്വാസവും അവൾക്കുണ്ടായിരുന്നു. അവൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ കിട്ടും എന്നല്ല അവൾ വിശ്വസിച്ചത്, മറിച്ച് കിട്ടുമെന്ന് അവൾ ആദ്യമേ തന്നെ വിശ്വസിച്ചു. ആ വിശ്വാസം ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്രകാരം ഒരു പ്രാർത്ഥനയാണ് ഈശോ കേൾക്കുന്നതും അവൾക്ക് സൗഖ്യമായി, അനുഗ്രഹമായി കൊടുക്കുന്നതും. നമുക്കും സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുന്നതിന് നമ്മൾ ഈശോയെ നന്നായി അറിയണം. ആ അറിവ് നമ്മുടെ വിശ്വാസമായി മാറണം. ആ വിശ്വാസം പ്രാർത്ഥനയായി, നമ്മുടെ ആത്മീയ അനുഷ്ഠാനങ്ങളൊക്കെ അതിൻ്റെ പ്രകടനങ്ങളായി മാറണം. അങ്ങനെ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയും വേണം. അപ്പം ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തിനെ അറിയുന്നവരായി മാറുമ്പോൾ നമ്മൾ ഈശോയുടെ സാക്ഷികളായി മാറും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളും ഫലവത്താകാൻ ഈ സ്ത്രീ കാണിച്ചു തരുന്ന നല്ല മാതൃക സ്വീകരിക്കാം. അറിവിലൂടെ, വിശ്വാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ഈശോയെ നമുക്ക് തൊടാം. അവൻ നമ്മളെയും അനുഗ്രഹിക്കും. ആമേൻ.